മലയാളികളുടെ വിദേശ ജോലി പ്രേമത്തെ ചൂഷണം ചെയ്തുള്ള തട്ടിപ്പുകൾ തുടർക്കഥയാകുന്നു. വിദേശത്ത് ഉന്നത ജോലി നേടാൻ ആഗ്രഹമുള്ളവരെ വരുതിയിൽ വീഴ്ത്തി തടിച്ചു കൊഴുക്കുന്നത് തട്ടിപ്പുകാരാണ്. കൃത്യമായ പരിശോധനകൾ ഇല്ലാതെ ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ പണം കൊടുത്തവരാണ് പലപ്പോഴും വെട്ടിൽ വീഴുന്നത്. ഇത്തരം തട്ടിപ്പുകൾ കേരളത്തിൽ അങ്ങോളമിങ്ങോളം ആവർത്തിക്കുകയാണ്. തൃശൂരിൽ ഇത്തരത്തിൽ തൊഴിൽ വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത സംഘം അറസ്റ്റിലായി. കൊടകര ആളൂർ സ്വദേശിയായ യുവാവിന് UK-യിലേക്ക് ജോബ് വിസ ശരിയാക്കി തരാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിയ കേസിൽ 2 പേരാണ് പിടിയിലായത്. പുത്തൻചിറ സ്വദേശിനി പൂത്തോളിപ്പറമ്പിൽ നിമ്മി, സുഹൃത്ത് പത്തനാപുരം സ്വദേശി അധികാരത്ത് വീട്ടിൽ അഖിൽ എന്നിവരെയാണ് ഇരിങ്ങാലക്കുട DYSP KG സുരേഷും സംഘവും പിടികൂടിയത്. കുറച്ചു നാളായി ചെങ്ങമനാട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന ഇവരെ പോലീസ് രഹസ്യമായി അന്വേഷിച്ചു വരികയായിരുന്നു. പണം ഞങ്ങൾ തരും. സജിത്ത് എന്ന യുവാവിന്റെ പരാതിയിലാണ് അറസ്റ്റ്. ബുധനാഴ്ച രാവിലെ ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന ഇരുവരെയും അന്വേഷണ സംഘാംഗം മഫ്തിയിൽ പിന്തുടർന്നു. പിന്നീട് ഇരുവരെയും മാളയിൽ വെച്ച് പോലീസ് സംഘം പിടികൂടുകയായിരുന്നു. 2023 ഓഗസ്റ്റ് മാസം മുതൽ 2024 ജനുവരി വരെയുള്ള സമയങ്ങളിൽ പല തവണയായി ലക്ഷങ്ങൾ നിമ്മിയും അഖിലും യുവാവിൽ നിന്നും കൈക്കലാക്കിയിട്ടുണ്ട്. 12,84,000 രൂപ നിമ്മിയുടെ അക്കൗണ്ടിലേക്ക് മാത്രം യുവാവിനെ പറ്റിച്ച് വാങ്ങിയിട്ടുണ്ടെന്നാണ് പരാതി. നിമ്മിയുടെ നിർദ്ദേശപ്രകാരം വേറെ അക്കൗണ്ടുകളിലേക്കും ഇയാൾ പണം നൽകിയിട്ടുണ്ട്. പരാതിക്കാരനായ സജിത്തിനും 2 കൂട്ടുകാർക്കും വേണ്ടി വിസ തരാമെന്ന് പറഞ്ഞ് മൊത്തം 22 ലക്ഷത്തോളം രൂപ ഇവർ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ആളൂർ ഇൻസ്പെക്ടർ KM ബിനീഷ്, SI-മാരായ KS സുബിത്ത്, ബിന്ദു ജോസഫ്, ASI TR രജീഷ്, EP മിനി, സീനിയർ CPO-മാരായ ES ജീവൻ, PT ദിബീഷ്, CPO-മാരായ KS ഉമേഷ്, KK ജിബിൻ, ഹോംഗാർഡ് ഏലിയാസ് എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.